നോമ്പുകാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും ആ പള്ളിയിൽ കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന നടക്കാറുണ്ട്. മത്തായി ചേട്ടനാണ് നേതൃത്വം കൊടുക്കുന്നത്. വർഷങ്ങളായി അയാളാണ് പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നത്. വേറെ ആരെയും അതിന് അനുവദിക്കാറില്ല. പ്രായമായതുകൊണ്ട് കുറച്ച് ഓർമ്മപ്പിശകുകൾ ഉണ്ടെന്നൊഴിച്ചാൽ എല്ലാം മത്തായി ചേട്ടൻ്റെ കയ്യിൽ ഭദ്രമാണ്. പുസ്തകം നോക്കാതെ ഓരോ സ്ഥലത്തിൻ്റെയും അടുത്ത് ചെന്ന് ഫോട്ടോയിൽ നോക്കിയാണ് അയാൾ പ്രാർത്ഥിക്കുക. കാരണം പ്രാർത്ഥനകളെല്ലാം മത്തായി ചേട്ടന് മനഃപ്പാഠമാണ്. ഒരു വെള്ളിയാഴ്ച പതിവുള്ളതുപോലെ കുരിശിൻ്റെ വഴി ചൊല്ലാൻ വന്ന മത്തായി ചേട്ടൻ 1-ാം സ്ഥലത്തിന് പകരം 14-ാം സ്ഥലത്ത് മുട്ടുകുത്തി. എന്നിട്ട് പറഞ്ഞു, 1-ാം സ്ഥലം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മൃതശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു. ആളുകൾക്ക് ഇത് മനസ്സിലായെങ്കിലും മത്തായി ചേട്ടനോട് പറയാൻ പേടിയാണ്. അങ്ങനെ ഓരോ സ്ഥലവും പുറകോട്ട് പോവുകയാണ്. അപ്പോഴാണ് വികാരിയച്ഛൻ കടന്നു വന്നത്. വികാരിച്ചൻ നോക്കിയപ്പോൾ റോങ് ഡയറക്ഷനിലാണ് കുരിശിൻ്റെ വഴി പോകുന്നത്. അച്ഛൻ ചെന്ന് മത്തായി ചേട്ടൻ്റെ ചെവിയിൽ പറഞ്ഞു, മത്തായി ചേട്ടാ, പുറകോട്ടാണല്ലോ ചൊല്ലുന്നത്, തെറ്റിയാണല്ലോ ചൊല്ലുന്നത്. അപ്പോൾ മത്തായി ചേട്ടൻ അച്ഛനോട് പറഞ്ഞു, അതുതന്നെയാണ് അച്ഛോ ഞാനും ചിന്തിക്കുന്നത്. ഓരോ സ്ഥലം കഴിയുന്തോറും കർത്താവിൻ്റെ നില മെച്ചപ്പെട്ട് വരികയാണ്. എല്ലാ വെള്ളിയാഴ്ചയും കുറേ കഷ്ടപ്പാടായിരുന്നു, എന്നാൽ ഇന്ന് മാത്രം നില മെച്ചപ്പെട്ടു വരുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ 50 ദിവസം നോമ്പ് നോക്കുന്നത് കർത്താവിൻ്റെ നില മെച്ചപ്പെടാൻ വേണ്ടിയിട്ടല്ല. 50 ദിവസത്തെ നോമ്പിൻ്റെ ചൂടേറ്റ് പുതിയ ജീവൻ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. അന്റാർട്ടിക്കയിലെ അതിശൈത്യമുള്ള പ്രദേശത്താണ് പെൻഗ്വിനുകൾ മുട്ടയിടുന്നത്. ചുറ്റും മഞ്ഞുകട്ടകൾ മാത്രമാണ്. അവിടെ പെൺപക്ഷി മുട്ടയിട്ടതിന് ശേഷം ആൺപക്ഷിയെ ഏൽപ്പിച്ച് തീറ്റ തേടി പോകും. ആൺപക്ഷിയാണ് മുട്ടകളുടെ മേൽ അടയിരിക്കുക. ആ കൊടും തണുപ്പിൽ നിന്ന് മുട്ടകളെ സംരക്ഷിക്കുക വലിയ ഒരു വെല്ലുവിളിയാണ്. ഒരു നിമിഷം പോലും മുട്ടകൾ മഞ്ഞിൽ തൊടാൻ പാടില്ല. തൊട്ടാൽ അത് തണുത്തുറഞ്ഞു പോകും. ആൺപക്ഷി ആ മുട്ടകളുടെ മേൽ 60 ദിവസം തപസ് ചെയ്യുന്നത് പോലെ നിൽക്കും. ആഴ്ചകളോളമുള്ള അനങ്ങാത്ത നിൽപ്പ്. മുട്ട വിരിയുന്നതുവരെ ജലപാനമില്ല, ഉപവാസമാണ്. തൻ്റെ ശരീരത്തിലെ ചൂട് മുട്ടയ്ക്ക് നൽകി ആ പക്ഷി കാത്തിരിക്കും. നമ്മൾ സാധാരണയായി ഒരു നിശ്ചിത സമയത്തേക്ക് ഭക്ഷണം ഉപേക്ഷിച്ചാണ് നോമ്പ് നിൽക്കുന്നത്. എന്നാൽ ഒരു പെൻഗ്വിൻ പക്ഷി തൻ്റെ കുഞ്ഞിനു വേണ്ടി അനുഷ്ഠിക്കുന്നത് മാസങ്ങൾ നീളുന്ന കഠിനമായ ഉപവാസമാണ്. മഞ്ഞുകാലത്ത് പെൻഗ്വിനുകൾ ഭക്ഷണത്തിനായി കടലിലേക്ക് പോകുമ്പോൾ മുട്ട വിരിയുന്നതുവരെ ആൺപെൻഗ്വിനുകൾ ഒന്നും കഴിക്കാതെ കാവലിരിക്കുന്നു. വിശപ്പിനേക്കാൾ വലുതാണ് തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എന്ന തിരിച്ചറിവാണത്. നോമ്പ് എന്നത് വെറും പട്ടിണിയല്ല, മറിച്ച് സഹനമാണ്. -ഡിഗ്രി തണുപ്പിൽ ആഞ്ഞുവീശുന്ന കാറ്റിൽ തൻ്റെ പാദങ്ങൾക്കിടയിലുള്ള മുട്ടകൾക്ക് ഒരിത്തിരി ചൂട് പകരാൻ ആ പെൻഗ്വിൻ പക്ഷി അനങ്ങാതെ 60 ദിവസം നിൽക്കുന്നു. ഒരു ചെറിയ പക്ഷി തൻ്റെ വംശത്തിൻ്റെ നിലനിൽപ്പിനായി നടത്തുന്ന ആ ഉപവാസം നമുക്കൊക്കെ വലിയൊരു പാഠമാണ് നൽകുന്നത്. ത്യാഗമില്ലാതെ നേട്ടങ്ങളില്ല. നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ നോമ്പും നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെയും സഹനശക്തിയെയും വർദ്ധിപ്പിക്കട്ടെ. പ്രതിസന്ധികളിൽ തളരാതെ ലക്ഷ്യത്തിലേക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ ഈ തപസ്സുകാലം നമ്മെ ശക്തിപ്പെടുത്തണം. നമ്മുടെ തപസ്സിൻ്റെ ചൂടേറ്റ് പുതിയ ജീവൻ പുറത്തു വരണം. നാമെല്ലാം പുതിയ സൃഷ്ടികളായി തീരട്ടെ. യേശുനാമത്തിൽ സ്നേഹവന്ദനം.